ഹായ് സ്റ്റുഡൻസ്, ഫോക്കസ് സ്പെഷ്യൽ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഫോക്കസ് മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും പഠിച്ചു കാണുമെന്നുള്ള വിശ്വാസത്തോടെ തന്നെ നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായ ഗ്യാസ് ലോസിലോട്ട് പോകാം. എന്ത് ചെയ്താലും പരീക്ഷയ്ക്ക് SSLC എക്സാമിനേഷന് ഗ്യാസ് ലോസിനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് കാണും. നമുക്ക് പഠിക്കാനുള്ള 3 ഗ്യാസ് ലോസിനെയാണ്. നിങ്ങൾക്ക് ബോഡി കാണാം ഗ്യാസ് ലോസ്. നമുക്ക് 3 ഗ്യാസ് ലോസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് ബോയിൽസ് ലാ, ഒന്ന് എന്താണ് ബോയിൽസ് ലാ, അടുത്ത് ചാൾസ് ലാ, മറ്റൊന്ന് അവഗേഡ്രോസ് ലാ. 3 ഗ്യാസ് ലോസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗേഡ്രോസ് ലാ. എന്ത് ചെയ്താലും ഇതിന് സ്ഥിരം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ അവർ തരും. ആ എക്സാമ്പിൾ ബേസ് ചെയ്ത് നിങ്ങളോട് ചോദിക്കും എന്തോ ഗ്യാസിലായാണ് ഈ പറഞ്ഞിരിക്കണതെന്ന്. എന്നിട്ട് അതിനെ ഡിഫൈൻ ചെയ്യാനും പറയും. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ടാമത് കണക്ക് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഈ 3 ഇക്വേഷൻ അല്ലെങ്കിൽ 3 ഗ്യാസ് ലോസിന് ഒരു ഇക്വേഷൻ രൂപത്തിൽ നമ്മൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ എന്തോ ചെയ്യും, ഏത് ഗ്യാസിലാണെന്ന് പറയും. ഈ 2 കാര്യങ്ങളും പരീക്ഷയിൽ സ്ഥിരം ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഈ വർഷവും നമ്മൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ തെറ്റാതെ തന്നെ ക്വസ്റ്റ്യൻ വരട്ട്, അതിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പറഞ്ഞ 3 ഗ്യാസ് ലോസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റട്ടെ, അതിൽ നിന്ന് തന്നെ മാർക്കുകളും കിട്ടട്ടെ. ഓക്കെ, ഫസ്റ്റ് ഗ്യാസ് ലോസിനെ പറ്റി പറഞ്ഞപ്പോൾ 3 ഗ്യാസ് ലോസ് ആണ് നമുക്കുള്ള. ഏതൊക്കെയാണ്? ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗേഡ്രോസ് ലാ. ആരൊക്കെയാണ്? ബോയിൽസ് ലാ, ഗ്യാസ് ലാ, ബോയിൽസ് ലാ, ചാൾസ് ലാ, അവഗേഡ്രോസ് ലാ. ഈ 3 ഗ്യാസ് ലോസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് നമുക്കുള്ളത് ബോയിൽസ് ലായെ പറ്റി പഠിക്കാനുള്ളതാണ്. എന്താണ് ബോയിൽസ് ലാ? നമുക്ക് ബോഡി കാണാം. ബോയിൽസ് ലായെ പറ്റിയിട്ടുള്ള അവിടെ ഞാൻ ഈ ഡെഫിനിഷൻ ആയിട്ടൊന്നും എഴുതിയിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിലാണ്. നമുക്ക് മൈക്രോ ടിപ്സ് അല്ലേ, അപ്പൊ ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ തന്നെ പഠിക്കാം. പ്രഷറും ഓളിയവും തമ്മിലുള്ള റിലേഷൻ. ആരൊക്കെയാണ്? പ്രഷറും ഓളിയവും തമ്മിലുള്ള റിലേഷൻ ആണ് ആര് പറയുന്നത്? ബോയിൽസ് ലാ പറയുന്നത്. ഇനി അവർ തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് നല്ല ബന്ധം അല്ല എന്ന് തന്നെ പഠിച്ചോ. ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ മറ്റത് അങ്ങോട്ട് പോകും. ആ ഒരു രീതി ചില വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെയാണ്. ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മറ്റത് എന്തോ നെയ്യും അങ്ങോട്ട് പോകും. ആ രീതിയിലുള്ള ഒരു ബന്ധം മാത്രമേ അത് തമ്മിലുള്ളൂ, പ്രഷറും വോളിയവും തമ്മിലുള്ളൂ. നമ്മൾ ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം 3 ആൾക്കാർ ഇമ്പോർട്ടന്റ് ആണ്. പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ആരൊക്കെയാണ്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അതിൽ പ്രഷർ, വോളിയം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ടെമ്പറേച്ചർ ഇവിടെ വന്നിട്ടില്ല. ഈ ടെമ്പറേച്ചർ എന്തോ ആയിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ എന്തോ ആയിരിക്കും? കോൺസ്റ്റന്റ്, സ്ഥിരമായിരിക്കും. ടെമ്പറേച്ചറിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പറ്റില്ല. എന്നാൽ പ്രഷറും വോളിയവും അനങ്ങും. പക്ഷെ തോന്നിയതുപോലെയാണ്. ഒരാൾ ഇങ്ങോട്ട് വരുമ്പോൾ മറ്റേ ആള് അങ്ങോട്ടും. ഈ ഇങ്ങോട്ടും അങ്ങോട്ടും അല്ല നമുക്കറിയേണ്ടത്, ഒരാൾ കൂടുമ്പം മറ്റത് കുറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രഷർ കൂടുമ്പം വോളിയം കുറയും. അടുത്ത് പ്രഷർ കുറയുമ്പം വോളിയം കൂടും. ഓക്കെ, 2 കാര്യം. പി ഇൻക്രീസ് ചെയ്യുമ്പം വി ഡിക്രീസ് ചെയ്യും. അടുത്ത് പി ഡിക്രീസ് ചെയ്യുമ്പോൾ വി ഇൻക്രീസ് ചെയ്യും. ഈ പിയും വിയും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എന്തോതിനെ ഡിനോട്ട് ചെയ്യണതാണ്? പി ഫോർ പ്രഷർ, വി ഫോർ വോളിയം. ഓക്കെ, ഒന്നുകൂടെ ബോയിൽസ് ലായാണ്. ബോയിൽസ് ലായി പറയുന്നത് പ്രഷർ വോളിയം തമ്മിലുള്ള റിലേഷൻ ആണ്. എന്തോന്നാണ് അവിടുത്തെ റിലേഷൻ എന്ന് വെച്ചാൽ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് ഒന്ന് കൂടുമ്പം മറ്റത് കുറയുകയാണ് ചെയ്യണം. ഒന്ന് കൂടുമ്പം മറ്റത് കുറയുകയാണ് ചെയ്യണം. ഇനി സ്ഥിരം ഇതിനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ എക്സാമ്പിൾ ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോക്കണം, ഇവിടെ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു അക്യൂറിയത്തിന്റെ ഒരു ചെറിയൊരു ഫിഗറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അക്യൂറിയത്തിലെ നമുക്കറിയേണ്ട ആ കിടക്കുന്ന ഗോൾഡ് ഫിഷിനെ പറ്റിയൊന്നും അല്ല അറിയേണ്ടത്. ആ പറന്നു പോകുന്ന അല്ലെങ്കിൽ ആ പൊങ്ങിപ്പോകുന്ന എയർ ബബിൾസ്, ഇതായി ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഇത്രയും ഭാഗത്തുള്ള ഈ എയർ ബബിൾസിനെയാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, ആ എയർ ബബിൾസിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ മീനിന്റെ വായിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരെയല്ലേ ഈ എയർ ബബിൾസ്. താഴെ എന്തോന്നാണ്? ചെറുതാണല്ലേ. മുകളിലോട്ട് വരുന്തോറും വലുത്. താഴെ എന്തോന്നായിരിക്കും? ചെറുതായിരിക്കും. മുകളിലോട്ട് വരുന്തോറുമായിരിക്കും എന്തോ വരണ വലുതായിട്ട് ആ എയർ ബബിൾസ് വരണം. ഇനി ഈ എയർ ബബിൾസിന്റെ വോളിയം, അതാണ് നമുക്ക് ആവശ്യം. എയർ ബബിൾസിന്റെ വോളിയം താഴെ ചെറുത്, മുകളിലോട്ട് വരുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തൊട്ട് മുന്നത്തെ ആ ഒരു ബോർഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാം. നോക്കി നോക്കടെ, ആ പ്രഷർ താഴ്ഭാഗത്ത് എന്തോന്നായിരിക്കുമെങ്കിൽ കുറവാണോ കൂടുതലായിരിക്കും? ഇവിടെ കൂടുതലായിരിക്കും. വെള്ളത്തിന്റെ ഏറ്റവും പ്രഷർ കൂടുതൽ താഴ്ഭാഗത്തല്ലേ. അവിടെ അതുകൊണ്ട് എന്തോന്ന് കുറവായിരിക്കും? വോളിയം കുറവായിരിക്കും. വോളിയം എന്തോന്നായിരിക്കും? കുറവായിരിക്കും. തിരിച്ച് പ്രഷർ കുറയും. മുകളിലോട്ട് വരുന്തോറും എന്തോന്നെയും പ്രഷർ കുറയാണ്. സോ ആയിട്ട് എന്തോന്ന് വലുതാവും? ഇവിടെ വോളിയം വലുതാവും. അപ്പം എക്സാമ്പിൾ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരും. അതിൽ ഓർത്തോണം, അക്വേറിയം എന്നുള്ള വാക്കുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എന്തോന്നുമായിട്ട് റിലേറ്റ് ചെയ്യാനായിട്ട് ബോയിൽസ് ലാ ആയിട്ട് റിലേറ്റ് ചെയ്യാം. എന്തോമായിട്ട് റിലേറ്റ് ചെയ്യാം? ബോയിൽസ് ലാ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ലോ ആണ് ഏത്?
ചാൾസ് ലാ. ഏത് ലോ ആണ്? ചാൾസ് ലാ. ഈ ചാൾസ് ലായിൽ പറയുന്നത് വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. ഇവർ തമ്മിൽ നല്ലൊരു റിലേഷനിലാണോ എന്ന് ചോദിച്ചാൽ ഇവർ തമ്മിൽ നല്ല റിലേഷനാണ്. വേറെ ഇവർക്ക് ഇടയിൽ വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ നല്ല റിലേഷനാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരിടത്തോട്ട് പോകാൻ തയ്യാറായിട്ടുള്ളതാണ്. അതിന് കൂടിയാലും കുറഞ്ഞാലും ഒരുമിച്ച് അവർ ഒറ്റക്കെട്ടായിട്ടുള്ള നല്ലൊരു റിലേഷനിൽ തന്നെ അവരുള്ളത്. വോളിയം കൂടുമ്പം എന്തോന്നും കൂടെ? ടെമ്പറേച്ചറും കൂടും. വോളിയം കുറയുമ്പോൾ എന്തോന്നും കുറയും? ടെമ്പറേച്ചറും കുറയും. വോളിയം കൂടുമ്പം ടെമ്പറേച്ചറും കൂടും, വോളിയം കുറയുമ്പം ടെമ്പറേച്ചറും. ഇവിടെയും വോളിയവും ടെമ്പറേച്ചറും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ആരെ പറഞ്ഞില്ല? പ്രഷറിനെ പറ്റി പറഞ്ഞില്ല. അപ്പൊ ആരായിരിക്കും ഇവിടെ അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് പറഞ്ഞത്? പ്രഷർ കോൺസ്റ്റന്റ്. പ്രഷർ ചേഞ്ച് ആവാതിരുന്നാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഇനി ഇവിടെ ഒരു കാര്യവും കൂടെ ഒന്ന് നോട്ട് ചെയ്തോണേ. ഏത് സ്കെയിലാണെന്ന് ചോദിച്ചാൽ കെൽവിൻ സ്കെയിലായിരിക്കും. ഏത് സ്കെയിലായിരിക്കും ഇവിടെ? കെൽവിൻ സ്കെയിലായിരിക്കും നടക്കണം. കെൽവിൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടെമ്പറേച്ചർ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ, ഒരു മെത്തേഡാണ് കെൽവിൻ സ്കെയിലിൽ. ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മെത്തേഡാണ് കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലിൽ വരുമ്പോഴാണ് ഈ കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഒന്നുകൂടെ ചാൾസ് ലായിൽ പറഞ്ഞുതരാം. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് പറയുന്നത്. രണ്ടുപേരും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റതും കൂടും. ഒന്ന് കുറഞ്ഞാൽ തൊട്ടടുത്തുള്ളതും കുറയും. അതായത് വോളിയം കൂടിയാൽ ടെമ്പറേച്ചറും കൂടും, വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറയും. ആ ഒരു രീതിയിൽ തന്നെ എടുത്തു. നമ്മൾ അടുത്തതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് കിട്ടും. നോക്കിക്കോ, അടുത്തൊരു എക്സാമ്പിളിൽ പറയണത് ഇവിടെ ഒരു ബലൂണിന്റെ ഫിഗർ കണ്ടിട്ടുണ്ട്. ഈ എന്തോക്കെ വലിയ ഫിഗർ എന്നാകെ നോക്കൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ബലൂണ് നമ്മൾ എന്തോ ചെയ്യണം? വീർപ്പിച്ചൊരു ബലൂൺ. ഓക്കെ, വീർപ്പിച്ച ബലൂണിനെ നമ്മൾ കുറച്ച് നേരം വെയിലത്ത് വെക്കുകയാണ്. വെയിലത്ത് വയ്ക്കുമ്പോൾ ബലൂൺ എന്തോ ചെയ്യാൻ ചാൻസ് ഉണ്ട്? പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? കുറെ നേരം വെയിലത്ത് തന്നെ ബലൂൺ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് തന്നെയാണ് ഈ പൊട്ടുക എന്നുള്ളത്. എന്തിന്റെ കാരണം കൊണ്ടാണ് അവിടെ പൊട്ടിയത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. എന്തോന്ന് കാരണമാണ്? വെയിലത്ത് വയ്ക്കുമ്പോൾ, വെയിലത്ത് വരുമ്പോൾ സൺ ലൈറ്റ് അല്ല നമുക്ക് ഇമ്പോർട്ടന്റ്. നമുക്ക് അവിടെ എന്താണ്? ടെമ്പറേച്ചർ ആണ് ഇമ്പോർട്ടന്റ്. ടെമ്പറേച്ചർ കൂടുന്നു, സ്വാഭാവികമായിട്ട് അകത്തെന്തോ നെയ്യും വോളിയവും ഇൻക്രീസ് ചെയ്യും. അകത്തെന്തോ നെയ്യും വോളിയവും ഇൻക്രീസ് ചെയ്യും, ബലൂണ് പൊട്ടും. അതാണ് ഈ ഫിഗറിൽ കണ്ടിട്ടുള്ള ഫസ്റ്റ്. ആ ബലൂണിന്റെ ഫസ്റ്റ് ഫിഗറിൽ നോക്കിക്കോടെ, അവിടെ രണ്ട് ആരോ മാർക്ക് കാണാനോ. സ്വാഭാവികമായിട്ട് വോളിയം കുറഞ്ഞിരിക്കുന്ന സമയം ടെമ്പറേച്ചറും കുറഞ്ഞിരിക്കുന്നു. അതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിലോട്ട് പോകുമ്പോൾ വോളിയം കൂടി, സ്വാഭാവികമായിട്ട് ടെമ്പറേച്ചറും കൂടി. ആ ഒരു ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത് ഈ ടെമ്പറേച്ചർ നമ്മൾ കുറച്ചു നേരം ഇങ്ങനെ വെളിയിൽ എവിടെയെങ്കിലും വച്ചിരിക്കും. ടെമ്പറേച്ചർ നല്ല രീതിയിൽ കൂടെയാണ്. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്തോന്നും കൂടും? വോളിയവും കൂടും. ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ വോളിയവും കൂടും, ബലൂണ് പൊട്ടുന്ന ആ ഒരു പൊട്ടണ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത് വേറെ എന്തോ ആണെന്നൊക്കെ തോന്നും. അത് നമ്മുടെ മനസ്സിൽ ഇരിപ്പ് കൊണ്ടാണ്. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല, അത് ബലൂണ് പൊട്ടണതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ലോയിലോട്ട് പോവാം. അവഗേഡ്രോസ് ലോ. എന്താണ്? അവഗേഡ്രോസ് ലോ. ഈ അവഗേഡ്രോസ് ലോയിൽ പറയണത് നേരത്തെ പറഞ്ഞ പ്രഷറിനും ടെമ്പറേച്ചറിനും ഇവിടെ യാതൊരുവിധ ബന്ധവുമില്ല. ഇവിടെ പുതിയ ഒരാൾ കയറി വരെയാണ്. അയാളാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആരാണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ്. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ പറയുന്ന ലോ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പറയണേ നമുക്ക്? അവഗേഡ്രോസ് ലോ. ഏതാണ്? അവഗേഡ്രോസ് ലോ. അവഗേഡ്രോസ് ലോ പറയണത് വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസും തമ്മിലുള്ള റിലേഷൻ പറയുന്നത് ഏതാണ്? അവഗേഡ്രോസ് ലോ. അത് എങ്ങനെയായിരിക്കും ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ചാൾസ് ലോയിൽ പറഞ്ഞ പോലത്തെ തന്നെയാണ്. ഇവിടെയും നല്ലൊരു ബന്ധത്തിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തോ ആയിരിക്കും ഇവിടെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. ആരായിരിക്കും ഇവിടെ അവിടെ കോൺസ്റ്റന്റ്സ് ആയിട്ടുള്ള? രണ്ടാൾക്കാർ കോൺസ്റ്റന്റ് ആയിരിക്കും. ആരൊക്കെയാണ് ഇവിടെ പറയാത്ത? പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കും, ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയിരിക്കും. എന്തോ ആയിരിക്കും? പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതാണ് നമ്മൾ അവിടെ കാണിക്കുന്നത്. വി പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ വി ഇൻക്രീസ് ചെയ്യാണ്, എന്തോന്നും കൂടും? എന്നും കൂടും. അടുത്ത് എന് കുറയുമ്പോൾ എന്തോന്നും കുറയും? വിയും കുറയും. ഓക്കെ, അതാണ് അവഗേഡ്രോസ് ലോ. ഈ അവഗേഡ്രോസ് ലോയിൽ നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്. നോക്കിക്കോടെ, ഒരു ചെറുക്കം നിന്ന് ഊതയാണ് അല്ലേ? എന്തോന്നാണ് ഊതണം? ഒരു ബലൂൺ ഊതി വിടുകയാണ്. ഓക്കെ, ബലൂൺ ഊതി വിടുകയല്ല അവൻ ചെയ്യണം, ബലൂണിനെ ഊതി നിറയ്ക്കുകയാണ് ചെയ്യണം. ആ നിറച്ചൊരു ബലൂൺ ഒരു നമ്മൾ സ്വാഭാവികമായിട്ട് ബലൂണൊക്കെ ഒരുപാട് ഊതി പെരുക്കിയിട്ടുള്ളതും ഒരുപാട് ബലൂൺ പൊട്ടിച്ചിട്ടുള്ളവരും ആയിരിക്കും അല്ലേ? ആ ബലൂൺ പൊട്ടണ എപ്പോഴാണ്? അതിന്റെ എയറിന്റെ അളവ് കൂടുമ്പോഴായിരിക്കും അല്ലേ? അവിടെ എയറിന്റെ അളവ് കൂടുന്നെന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുകയാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടുമ്പോൾ ആ ബലൂണിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വോളിയത്തെക്കാളും വലുതാവും. സ്വാഭാവികമായിട്ട് എന്തോ നേടെ ബലൂണ് പൊട്ടാൻ തുടങ്ങും. അപ്പൊ
ഊതിക്കൊണ്ടിരിക്കുന്ന ഒരു ബലൂണ് പൊട്ടുന്നു എന്ന അർത്ഥത്തിലൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആൻസർ ആണെന്ന് എഴുതാൻ പറ്റൂടെ? അവഗേഡ്രോസ് ലോ. എന്നാൽ വെയിലത്ത് വയ്ക്കുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞെങ്കിൽ അത് ഏതിലായിരിക്കും? ചാൾസ് ലോ. ഇനി പ്രഷറിനെയും വോളിയത്തിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞെങ്കിൽ ഏത് ലോ ആയിരിക്കും? ബോയിൽസ് ലോ. അപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. 3 കാര്യങ്ങൾ എളുപ്പമുള്ള 3 ലോസിനെ പറ്റിയാണ്. എന്ത് ചെയ്താലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ജസ്റ്റ് എല്ലാം ഒന്ന് പെട്ടെന്നൊന്ന് കേട്ടോടെ. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗേഡ്രോസ് ലോ. 3 ലോ ഏതൊക്കെയാണ്? ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗേഡ്രോസ് ലോ. ഈ 3 ലോയിലും 3 ആൾക്കാരെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഒരാൾ എല്ലാ ലോയിലും സെയിം ആണ് അല്ലെ? ആരാണ് സെയിം? വോളിയം എന്നുള്ള ആള് സെയിം. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞത് ബോയിൽസ് ലോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞത് ചാൾസ് ലോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ലോ ഏതാണ്? ചാൾസ് ലോ. വോളിയവും നമ്പർ ഓഫ് മോളിക്യൂൾസ് തമ്മിലുള്ള റിലേഷൻ പറഞ്ഞ ഏതാണ്? അവഗേഡ്രോസ് ലോ. അപ്പൊ ഈ 3 ലോയും പറഞ്ഞു. ഇനി വോളിയവും പ്രഷറും ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള അർത്ഥം, ഇൻവേഴ്സ്ലി ഒന്നുകൂടി മറ്റത് കുറഞ്ഞു എന്ന ആൻസർ അല്ലെങ്കിൽ ആ ഒരു അർത്ഥം പറഞ്ഞ ഒരു വാക്ക് വന്നു കഴിഞ്ഞാൽ അത് എന്തോന്നായിരിക്കും ഇവിടെ? അത് ബോയിൽസ് ലോ ആയിട്ട് ബേസ് ചെയ്താണ്. എന്നാൽ ചാൾസ് ലോ ആണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. വോളിയം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും കൂടും. ആര് കോൺസ്റ്റന്റ് ആയിരിക്കും? പ്രഷർ കോൺസ്റ്റന്റ്. അവഗേഡ്രോസ് ലോ ആണെങ്കിൽ വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. വോളിയം കൂടുന്നതനുസരിച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസും കൂടും. അത് ഏത് ലോ ആയിട്ട് ബേസ് ചെയ്തിട്ടാണ്? അവഗേഡ്രോസ് ലോ. ഏത് ലോ ആയിട്ട് ബേസ് ചെയ്താണ്? അവഗേഡ്രോസ് ലോ. അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ആരായിരിക്കും? ഇവിടെ പ്രഷറും അതേപോലെ ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണ്. 3 ഗ്യാസ് ലോ പറഞ്ഞ് 3 ഗ്യാസ് ലോയുടെ കാര്യങ്ങളും പറഞ്ഞെന്ന് ഡെഫിനിഷൻ ടെക്സ്റ്റിലുണ്ട്. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കൂ. ഇതിനൊപ്പം തന്നെ വായിച്ചു നോക്കിയോ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിൽ കയറും. മൈക്രോ ടിപ്സ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് പറഞ്ഞ് പഠിച്ചെടുക്കാൻ പറ്റും. ആ പെട്ടെന്ന് പഠിച്ചെടുക്കണം. നിങ്ങൾക്ക് ഇന്ന് തന്നെ പഠിച്ചു വെച്ചിരുന്ന മനസ്സിൽ നിന്ന് ഒരു കാരണവശാലും ആയില്ല. കുറച്ച് നാളെ പരീക്ഷയ്ക്കുള്ളൂ. ഇത് പഠിച്ചു വെച്ചോ, ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരും. എക്സാമ്പിൾ മറക്കണ്ട. ബോയിൽസ് ലോ അക്യൂറിയാണെങ്കിൽ ചാൾസ് ലോയിൽ ബലൂണ് വെയിലത്ത് വയ്ക്കണം, അല്ലെങ്കിൽ വെയിൽ ആ ടെമ്പറേച്ചർ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അടുത്ത് അവഗേഡ്രോസ് ലോയിൽ എന്തോന്നാണ് വന്നത്? ഊതി വീർപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസ് കൂടെയാണ്. അതനുസരിച്ച് വോളിയം കൂടും, പൊട്ടും. ഓക്കെ, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടി A+ എന്നുള്ള മാർക്കിനോട് എത്താൻ വേണ്ടി, A+ന്റെ മാർക്ക് നമുക്ക് മുന്നിൽ എത്താൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് മുന്നേറി ഒരേപോലെ പഠിച്ചുകൊണ്ട് പോവാം. ഒരേ കാര്യങ്ങൾ, നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ഒരേ മനസ്സോടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ കിട്ടും. എന്നും പറയണ പോലെ തന്നെ ഇന്നും പറയണ നിങ്ങളുടെ കെമിസ്ട്രിയുടെ A+ ശ്രീലാലിന്റെ ഉറപ്പ്.